ഹായ് നമസ്കാരം. കിഡ്സ് ഫസ്റ്റ് നമ്മുടെ ആദിത്യ വിദ്യാ കേന്ദ്രത്തിലാണ് നടക്കുന്നത്. അപ്പോൾ ഒരുപാട് സ്കൂളിൽ നിന്ന് കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ ഇവിടുത്തെ സ്കൂളിൽ തന്നെ കുട്ടിയാണ്. പ്രച്ഛന്ന വേഷ മത്സരമായിരുന്നു, അടിപൊളിയായിരുന്നു. നാടൻ കലാരൂപം നമ്മുടെ തെയ്യം അവതരിപ്പിച്ചു. ആ ഒരു രൂപത്തിൽ തന്നെ ഞാൻ ഇങ്ങനെ പുറത്ത് കൊണ്ടുവന്നു. അപ്പൊ നമ്മുടെ തുടക്കം സീൻ ഇവിടെ നിന്ന് തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു. മോളെ അടിപൊളിയായിരുന്നു. മോളെ പേരെന്തരാണ്? അടിപൊളിയായിരുന്നു കേട്ടോ. ഇതിങ്ങനെ ഒരുക്കി തന്ന ആര്? മാസ്റ്റർ ആയിരുന്നില്ലേ? അടിപൊളിയായിട്ടുണ്ട്. ലിറ്റിൽ ക്യൂൺ എന്ന് പറയുന്ന ഒരു മത്സരമാണ് നടക്കുന്നത്. കുട്ടികൾ ക്യൂണിനെ പോലെ ഒരുങ്ങി ഇവിടെ വന്നിരിക്കും. എന്നിട്ട് ജഡ്ജസ് എന്ന ചോദ്യമൊക്കെ ചോദിക്കും. അതിന് കുട്ടികൾ ആൻസർ പറയും. നല്ലൊരു മത്സരമായിരുന്നു കേട്ടോ. ഇത് അടിപൊളി കേട്ടോ. ചാൻസി റാണിയായിട്ട് വേഷം കിട്ടി അടിപൊളിയായിട്ട് വന്നു. നോക്കിയേ, സൂപ്പർ. ബേക്കിലൊരു പാവക്കുട്ടി ഇരിക്കുന്നുണ്ട്, അടിപൊളിയായിട്ട് വന്നിരിക്കുന്നു കേട്ടോ. ഇനി ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് നല്ലോണം മേക്കപ്പ് ചെയ്തിരിക്കുന്നു, സൂപ്പർ. മന്തി വാങ്ങിച്ചു തരാൻ പറയാം കേട്ടാ. ചാൻസി റാണിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് കഴിച്ചപ്പോഴേ മന്തി. കിഡ്സ് ഫെസ്റ്റ് നടക്കുന്ന ആ ഒരു സ്കൂളിന്റെ നമ്മുടെ ആദിത്യ വിദ്യാ കേന്ദ്രയുടെ അകത്ത് നിൽക്കുകയാണ്. ഇവിടെ തന്നെ 20ഓളം സ്റ്റേജുകളുണ്ട്. ഒരുപാട് പ്രോഗ്രാമുകൾ പല സ്റ്റേജിലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഓരോ സൈഡിൽ ഓരോ കൗണ്ടറും പിള്ളേരെ നിയന്ത്രിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ട്. ഇതിന്റെ ഡയറക്ടറോട് തന്നെ ചോദിക്കുക ഇവിടുത്തെ വിശേഷങ്ങൾ, ബാക്കി കാര്യങ്ങളൊക്കെ. ചേട്ടാ, പരിപാടി അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ഓരോ സ്റ്റേജിലും ഇപ്പോൾ ഒരു സ്റ്റേജിൽ എടുക്കുമ്പോൾ തന്നെ അപ്പുറത്ത് നടക്കുന്നു. അങ്ങനെ നമുക്ക് എല്ലാം കൂടി ഓടി എത്താൻ പോലും പറ്റുന്നില്ല. എല്ലാവരും അത് ഗംഭീരമായിട്ടുണ്ടെന്നുള്ള എന്ത് തോന്നുന്നു ഈ ഒരു നിമിഷം? അതെ, വളരെ സന്തോഷമായ ദിവസമാണെന്ന്. നമുക്ക് ഏകദേശം 10-11 സ്റ്റേജ് ഉണ്ട് ഇവിടെ. മെയിൻ സ്റ്റേജ് 3 ആണ്. അതിനകത്താണ് മെയിൻ പ്രോഗ്രാം നടക്കുന്നില്ല. അപ്പം നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഇതിനും വലിയ ഗംഭീര പ്രോഗ്രാം വരാൻ പോവാണ്. അപ്പോൾ എല്ലാവരും അടുത്തുണ്ടെങ്കിൽ വരുക എല്ലാവരും. പിന്നെ മാത്രമല്ല, ഞാൻ വന്നപ്പോഴാണ് വേദി ഒന്നിന്റെ സൈഡിൽ ഒരു ടർഫ് ഉണ്ട്. ഇപ്പം ഈ സ്കൂളിൽ ഇങ്ങനെ ടർഫ് ഉണ്ടെന്ന് ഞാൻ സത്യം പറഞ്ഞ ഇവിടെ ഒന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. കുട്ടികൾക്ക് ഇത് കളിക്കാനൊക്കെ ആയിട്ട് ഓപ്പൺ ആക്കി കൊടുക്കും. പിന്നെ ഇന്ന് ക്ലോസ് ചെയ്തേക്കാണ്. അപ്പോൾ എല്ലാവരും വന്ന് അത് ചീത്ത ക്ലോസ് ചെയ്തേക്കാണ്. അല്ലെങ്കിൽ നമുക്ക് എല്ലാ ദിവസം ഒരു ആഴ്ചയിൽ 2 PT പീരീഡ് ഉണ്ട്. അവരെല്ലാം വന്ന് ഇവിടെ കളിക്കും. വെളിയിൽ നമ്മൾ ഗെയിംസ് എല്ലാം വയ്ക്കുന്നുണ്ട്. ഇവിടെ പിള്ളേർക്കുള്ള ഗെയിംസ് എല്ലാം വയ്ക്കുന്നുണ്ട്. അതെ, അപ്പോൾ അത് എനിക്ക് നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നി. എന്ന് വെച്ചാൽ ഇത് എല്ലാ സ്കൂളിലും വേണം. ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഇവിടെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ കുട്ടികൾ കളിക്കാനായിട്ട് ടർഫും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അതൊരു വെറൈറ്റി ആയിട്ട് തോന്നി കേട്ടോ. അപ്പോൾ നമ്മൾ ഏതായാലും ബാക്കി പരിപാടി കൂടി ഒന്ന് കണ്ടു. ഓക്കെ, ഇനി എന്തൊക്കെ പരിപാടികളുണ്ട്? ഇനി മെയിൻ സ്റ്റേജിലാണ് പരിപാടി നടക്കുന്നത്. എല്ലാവരും എങ്ങനെയുണ്ട്? നല്ല അടിപൊളി പെർഫോമൻസ് കണ്ടില്ലേ? ഇവിടെ പിള്ളേര് അടിച്ച് പൊളിച്ച് ഡാൻസ് കളിച്ച് എൻജോയ് ചെയ്യുവാണ്. അവിടെ സ്റ്റേജില് പെർഫോമൻസും ഡാൻസും മത്സരവും ഒക്കെ നടക്കുവാണ്. ഇവരുടെ ഡാൻസ് കളിക്കുന്നു. ഇവരൊക്കെ നേരത്തെ ഡാൻസ് കഴിഞ്ഞിട്ട് വന്ന് ഇവിടെ ഇരിക്കുന്ന പിള്ളേരാണ്. അവര് വൈബാക്കുവാണ്. കണ്ടില്ലേ? ഇങ്ങനെ വേണം. കോളേജിലുള്ളവർക്ക് ആഘോഷിച്ചാൽ മതിയാ. നമ്മളെ നഴ്സറിയിലുള്ള പിള്ളേർക്കും ആഘോഷിക്കണ്ടേ ഇല്ലേ? ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മുടെ പിള്ളേരെയൊക്കെ. ചെറിയ പാർക്കും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ആദിത്യ വിദ്യാ കേന്ദ്ര സ്കൂളിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഈ ഒരു കിഡ്സ് ഫെസ്റ്റ് നടക്കുന്നോണ്ട് വന്നതാണ്. പക്ഷേ ഈ ഒരു സ്കൂളിൻ്റെ അകം കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അടിപൊളി കേട്ടോ. കുട്ടികൾക്ക് വേണ്ട ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. ഈ പാർക്കിന് പുറമെ അവിടെ ഒരു ടർഫും ഉണ്ട്. നമ്മുടെ പരവൂർ ഇങ്ങനെ ടർഫൊക്കെ ഉള്ള ഒരു സ്കൂളുണ്ടെന്ന് സത്യം പറയാൻ ഇപ്പോഴാണ് അറിയുന്നത്. അടിപൊളിയായിട്ടുണ്ട്. അപ്പം പിന്നെ ഈ സ്കൂളും നമ്മുടെ ഈ ഒരു പരിപാടി ഓർഗനൈസേഷനും എല്ലാം ഇഷ്ടപ്പെട്ടു. നന്നായിട്ടുണ്ട്. ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? ഇല്ല, ഫസ്റ്റ് ടൈം. ഏതായാലും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. എൻജോയ്.